മച്ചാന്മാരെ നിറയെ മീനുകളുള്ളൊരു ഭാഗത്താണ്. മച്ചാന്മാരെ നിറയെ മീനുകൾ നിന്ന് കളിക്കുന്ന പുഴയുടെ ഒരു ഭാഗത്താണ് നമ്മൾ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മൾ വേട്ട നടത്തുന്നത്. നമ്മളിവിടെ 8 അടിയുടെ പോൾ റോഡാണ് വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടയിൽ ഒരു കലക്കൻ അടി ഇവിടുന്ന് പ്രതീക്ഷിക്കാം. മുട്ടൻ കരിമീനുകളും അതുപോലെ തന്നെ സിലോപ്പിയും കുറുവാപ്പാട്ടിലൊക്കെ നിന്ന് കളിക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ നമ്മൾ ചെറിയ ഒരു ഉണ്ട എടുത്തിട്ട് ഹുക്ക് കോർക്കുകയാണ്. അധികമൊന്നും ബെയിലിൽ വെക്കേണ്ട കാര്യമില്ല. ചെറിയ കുളത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കരിമീൻ പോലുള്ള മീനുകളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ കുളത്ത് തന്നെയാണ് നമ്മൾ കുറുവേനെയൊക്കെ പിടിക്കുന്നത് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇടുകയാണ്. ഇനി നമ്മൾ ഓരോ സെക്കൻഡും ഫ്രൂട്ട് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കണം. എപ്പോഴാണ് നമുക്ക് അടി കിട്ടുകയെന്ന് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണിത്. അതുപോലെ ശരിക്കും മീനുകളുള്ള ഏരിയയാണ്. മീൻ കൊത്തി വലിക്കുന്ന സമയത്ത് വെട്ടിച്ചൊരു വലിയ കൊടുത്താൽ മതി. പിന്നെ ഓക്കെ കേസാണ്. നമ്മൾ ഫ്ലോട്ട് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ആ ഫ്ലോട്ട് അനക്കമുണ്ട്. അതിനടുത്ത് നമ്മുടെ ബെയ്റ്റ് മീൻ കൊത്തുന്നുണ്ടെന്നാണ്. നമ്മൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീബാർ ഹുക്കപ്പ് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. കുറുവയൊക്കെ നല്ല സൈസ് കുറുവയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിക്കുന്ന മീൻ മിസ്സാവരുത്. ഫ്ലോട്ട് മീൻ അടിച്ച് താത്തുമ്പോൾ തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നോളണം. ഇല്ലെങ്കിൽ കരിമീനൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ മിസ്സായി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ബെയ്റ്റ് കൊത്തിക്കൊണ്ടുപോയി. ഹുക്കപ്പിൻ്റെ ടൈമിങ് അല്പം പാളിയുള്ളൂ. മീൻ കൊത്തിക്കൊണ്ടുപോയി. നമ്മളിപ്പോൾ അടുത്ത ബെയ്റ്റ് എത്രയും വേണമെന്ന് കുറയ്ക്കുകയാണ്. സമയം ഒട്ടും പാഴാക്കാനില്ല. നമുക്ക് കറക്റ്റ് ഏത് സ്പോട്ടിലാണ് നമ്മൾ ചൂണ്ട ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ ആ ബെയ്റ്റ് എറിഞ്ഞെത്തിക്കാനുള്ള ശ്രമം നടത്തണം. പിന്നെ ഒരു മൂടിക്കെട്ടിയ കണ്ടീഷനിലാണ് ഉള്ളത്. മഴ പെയ്യാനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ അധികം വെയിലൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ മീനടിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അടുത്ത ബെയ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും മീൻ ഒന്ന് കൊത്താനുള്ള എല്ലാ സാഹചര്യം ഉണ്ട്. അപ്പോൾ ഫ്ലോട്ടിന് അനക്കമുണ്ട്. അതിനർത്ഥം ചെറിയ മീനുകൾ നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നാണ്. ഉറപ്പായിട്ടും അതിൻ്റെ പുറകെ വലിയ മീനുകളും വരും. നമ്മൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു വലിയ കിട്ടി. കൊത്തിക്കൊണ്ടുപോയി. മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബെയ്റ്റ് വെള്ളത്തിൽ ചെന്ന് വീണ് ഉടനെ നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നത്. ഉറപ്പായിട്ടും അപ്പോൾ മീൻ കയറി വിടുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ കരിമീൻ്റെ ഒരു കൂട്ടത്തെ ഇവിടെ സ്പോട്ട് ചെയ്തിരുന്നു. അവന്മാർ എന്തായാലും കറങ്ങി ഈ ഭാഗത്തൊക്കെ തന്നെ നിൽക്കുന്നുണ്ടാവും. അവന്മാർ നമ്മുടെ ബെയിൻ്റെ അടുത്തേക്ക് വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. കൂട്ടായിട്ട് നിൽക്കുന്ന കരിമീനൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കരിമീനുകളെ ആ കൂട്ടത്തിൽ നിന്ന് അടിച്ചു കയറ്റാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ വെയിറ്റ് ഇടാം. ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു സെറ്റ് മീൻ്റെ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പുറം വലിയ മീൻ വേറെ എടുത്തിട്ട് പോയിട്ടുണ്ട്. രോഹു ആണെന്ന് തോന്നുന്നു. രോഹു എന്ന് തന്നെയാണ് തോന്നുന്നത്.